അമ്മണി പടമാണ്. ഫാമിലി ഫാമിലി പടമാണ്. അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മനെ കൊള്ളാം. നല്ല പടം തന്നെ. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? നല്ല പടം. ധ്യാനൊക്കെ എങ്ങനെയുണ്ട്? ധ്യാനം സൗബിനൊക്കെ എല്ലാം നല്ല പടം. ഓക്കെ. കുടുംബ പടം. ഓക്കെ. എങ്ങനെയുണ്ട് പടം? ശരിക്കും വലിയൊരു ഫാമിലി സ്റ്റോറി കാണേണ്ട പടമാണ്. നല്ല പടമാണ്. കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോമഡിയും ഉണ്ട്, സീരിയസും ഉണ്ട്. ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവം കുടുംബത്തിൽ നടക്കുന്ന എല്ലാം ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളാണ് കംപ്ലീറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കപ്പിൾസ് കാണേണ്ട പടം. ഏറ്റെടുക്കാനാണ്. പക്ഷേ ഇപ്പൊ തുടക്കമായതുകൊണ്ട് ഇനി അറിഞ്ഞാലേ അറിയുള്ളൂ. വലിയ രീതിയിൽ ആളില്ല. ആദ്യത്തെ ഷോ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ കാരണം. എങ്ങനെയുണ്ട്? എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? അവരെയും എല്ലാവരുടെയും നല്ല പെർഫെക്റ്റ് ആണ്. അതിന് സൂട്ടബിൾ ക്യാരക്ടേഴ്സ് ആണ് ഓരോരുത്തരും സെലക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ ഇത്ര നേരം ബോറടിക്കാതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ജനറേഷന് ഇഷ്ടപ്പെടില്ല. ശരിക്കും അവർ കാണേണ്ട പടങ്ങളാണ്. അത് ഇപ്പോഴത്തെ യങ് അവരാണ് മാക്സിമം കാണേണ്ട പടം. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഇതിൽ ഇപ്പോൾ 10 പറയുകയാണെങ്കിൽ 30 മാർക്കും കൊടുക്കാം. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തില്? എല്ലാവരുടെ അഭിനയം ധ്യാനം സൗബിനൊക്കെ എങ്ങനെയുണ്ട്? സൗബിൻ ഫാമിലി ചിത്രമാണോ ബ്രോ? ഫാമിലി ചിത്രമാണ്. ഓക്കെ. എല്ലാവരും അഭിനയൊക്കെ എങ്ങനെയുണ്ട്? സൗബിനും അവരെയൊക്കെ നല്ല അഭിനയമാണ്. ബ്രോ എങ്ങനെയുണ്ട് പടം? അടിപൊളിയാണ്. കണ്ടിരിക്കാൻ പറ്റിയ വൺ ടൈം വാച്ചബിൾ എന്നല്ല, കുറച്ചും കൂടെ കാണാം. റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ഓക്കെ. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നല്ല. ഓക്കെ. ഒരു ഫാമിലി ചിത്രമാണോ? ഫാമിലി ചിത്രമാണ്. ഓക്കെ. ഒരു മെസ്സേജ് എന്തെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയതാണ്. നല്ലതാണ്. ഓക്കെ. എന്ത് പറ്റി? എങ്ങനെയുണ്ട് പടം? പടം എങ്ങനെയുണ്ട്? എല്ലാവരുടെ അഭിനയം ഓക്കെ. സ്റ്റോറി ക്യാരക്ടർ അവർ ഭംഗിയായിട്ട് ചെയ്തു. ശാന്തികൃഷ്ണ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. അതും നന്നായി. ആർട്ടിസ്റ്റുകളെല്ലാം കൊള്ളാം. ഭയങ്കര പടം കുഴപ്പമില്ല, ആവറേജ് പടം. ഫാമിലി മൂവിയാണ്. അതായത് നമ്മുടെ എന്താണ് കല്യാണത്തിന് മുന്നേയും കല്യാണത്തിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പടത്തിൽ പറയും. നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ പറയുന്നത്. പിന്നെ നമിത പ്രമോദ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വ്യത്യസ്തമായൊരു വേഷം. ഒരു സംഭവം ശരിയാണ്. പുള്ളിക്കാരി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വേഷമാണ് പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരി ഇതുവരെ ചെയ്തേക്കുന്ന പടങ്ങളിൽ പുള്ളിക്കാരിയുടെ കരിയറിനെ നോക്കുവാണെങ്കിലും പെർഫോം ചെയ്യാൻ പുള്ളിക്കാരിക്ക് ഒരുപാടുള്ളൊരു പടം. പുള്ളിക്കാരുടെ പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ സൗബിൻ നന്നായിട്ടുണ്ട്. പിന്നെ ശാന്തി കൃഷ്ണ കുഴപ്പമില്ല. പിന്നെ മനോജ് എന്ന് പറയുന്ന ആക്ടർ കുഴപ്പമില്ല. ഏറ്റവും നന്നായിരിക്കുന്ന നമിത പ്രമോദാണ്. ഓവറോൾ പടം കുഴപ്പമില്ല. നമുക്ക് വൺ ടൈം കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ്. ബസ്സിന്റെ പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണോ? അല്ല. ബസ്സിന്റെ ഒരു പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും ഇത് കൂടുതൽ ഒരു ഭാര്യ ഭർത്താവ് കുടുംബം, രണ്ട് കുടുംബങ്ങളും ഈ വ്യക്തികളും തമ്മിലുള്ള കാര്യങ്ങളെ കുറിച്ച് പടത്തിൽ പറയും. ഫാമിലിയാണ് സബ്ജക്റ്റ്. ഫാമിലി പ്രേക്ഷകർക്കാണ് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ കുറച്ച് പോർഷനേ ഉള്ളൂ, കുഴപ്പമില്ലാന്നേ ഉള്ളൂ. നമുക്ക് പുള്ളിക്കാരനൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ എന്താണ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും പുള്ളിക്കില്ല. പുള്ളിയുടെ ഉള്ള സാധനം പുള്ളി സ്കോർ ചെയ്തങ്ങ് പോയി. എന്നാലും നമിത പ്രമോദും സൗബിനും തന്നെയാണ് പടം കൊണ്ടുപോകുന്നത്. നമിത തന്നെയാണ് പടം കൊണ്ടുപോകുന്നത്. പടം മെസ്സേജ് അതായത് എന്താണ്, നമ്മൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മെസ്സേജ് ഉണ്ട്, കുഴപ്പമില്ല. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു പടം. ബോബൻ സാമുവലിന്റെ ഒരു എക്സിക്യൂഷൻ, അദ്ദേഹത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ ഉണ്ട്. കോമഡി കുറച്ച് കോമഡികൾ, കൂടുതലും ഇത് സീരിയസ് ആയിട്ടൊരു സാധനമാണ് പറയണം. കോമഡി കുറവാണ്, കുറച്ചുണ്ട്. ഉള്ളതൊക്കെ സ്റ്റാൻഡേർഡ്. ഈ ചളി സാധനമൊന്നും അല്ല. ഉള്ള സാധനങ്ങൾ കുഴപ്പമില്ല. എടുത്തു പറയത്തൊക്കെ ഇത് തന്നെയാണ്. ഇതിൽ അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാറ്റർ തന്നെയാണ്. കുടുംബപരമായി ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും, കുഴപ്പമില്ല. കുടുംബമായിട്ട് കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആൾക്കാരും അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. മോശമൊന്നും അല്ലാത്തൊരു പടമാണ്, കണ്ടിരിക്കാം. ഭയങ്കരമായിട്ട് ഇത് എക്സിക്യൂട്ട് ഭയങ്കര ഒരു വിജയം 100 കോടി ക്ലബിൽ കയറുമെന്ന് എനിക്കറിയില്ല. സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. സ്ത്രീപക്ഷ സിനിമ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഓവറോൾ കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്നൊരു പടം, കുഴപ്പമില്ലാത്തൊരു പടം. ഭീമമായി ഭയങ്കര ഒരു ഗംഭീര അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ മോശമല്ല, കണ്ടിരിക്കാവുന്നൊരു സാധനം. ഈ പടം കണ്ടാലും നഷ്ടമൊന്നും തോന്നത്തില്ല. കുറച്ച് കണ്ടിരിക്കേണ്ട സാധനങ്ങളുള്ള പടം.